ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് ഒന്നു കണ്ണോടിക്കാമോ? എന്താണ് ആ മഹാവിദ്യാലയം നമ്മോട് പറയുന്നത്? പുസ്തകത്താളുകളിൽ ഒതുങ്ങാത്ത, പരീക്ഷകളിൽ അളക്കാൻ കഴിയാത്ത ഒരു ജീവിത പാഠമാണ് അത് നമുക്ക് നൽകുന്നത്. കളിയുണ്ട്, പാട്ടുണ്ട്, സംഗീതമുണ്ട്, മതമുണ്ട്, വിശ്വാസമുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളെയും പ്രകൃതി ഒരേപോലെ സ്വീകരിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന പ്രമാണം. നമ്മുടെ വിദ്യാഭ്യാസം എന്തിനുവേണ്ടിയായിരിക്കണം? കേവലം ഒരു ജോലി നേടുന്നതിനോ ഉയർന്ന മാർക്ക് വാങ്ങുന്നതിനോ വേണ്ടി മാത്രമായിരിക്കരുത്. പ്രകൃതി ഒന്നിനെയും വേർതിരിക്കുന്നില്ല. സൂര്യൻ എല്ലാവർക്കും ഒരുപോലെ വെളിച്ചം നൽകുന്നു. അതുപോലെ നമ്മുടെ വിദ്യാലയങ്ങൾ മാനുഷികമായ സർവ്വകലകളെയും പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ടാവണം മാറേണ്ടത്. ഗണിതശാസ്ത്രത്തിലെ സമവാക്യങ്ങൾക്കൊപ്പം ഒരു കവിതയുടെ സൗന്ദര്യവും നാം അറിയണം. ശാസ്ത്രത്തിലെ യുക്തിക്കൊപ്പം നമ്മുടെ മണ്ണിന്റെ സംസ്കാരവും നാം പഠിക്കണം. കാരണം കേന്ദ്രം ഒരിക്കലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകൃതമായി കൂടാ എന്നത് പ്രകൃതി നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ സത്യമാണ്. നമ്മുടെ കുട്ടികൾ അറിവുള്ളവരും മൂല്യബോധമുള്ളവരും സർഗാത്മകരുമായ പരിപൂർണ മനുഷ്യരായി വളരണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാലം മാറുകയാണ്. പ്രകൃതിയുടെ ജ്ഞാനം നിലനിർത്തിക്കൊണ്ട് തന്നെ നാം പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടണം. അറിവ് പകരൽ കേവലം കറുത്ത ബോർഡിലും പുസ്തകങ്ങളിലും ഒതുങ്ങേണ്ട ഒന്നല്ല ഇന്ന്. ആധുനികമായ സാങ്കേതിക വിദ്യകളുമായി കോർത്തിണക്കി നമ്മുടെ വിദ്യാഭ്യാസത്തെ വിപുലീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിന്തിച്ചു നോക്കൂ, വെർച്വൽ റിയാലിറ്റി VR ഉപയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് ആഫ്രിക്കൻ കാടുകളിലെത്തി സിംഹത്തെ കാണാൻ ഇന്ന് നമുക്ക് സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓരോ കുട്ടിക്കും അവന്റെ വേഗതയിലും താൽപ്പര്യത്തിനനുസരിച്ചും പഠനം ക്രമീകരിക്കുന്നു. നമ്മുടെ കളരികൾ ഇന്ന് കോഡിംഗിന്റെയും ഡിജിറ്റൽ ആർട്ടിന്റെയും പുതിയ കളരികളായി മാറണം. കളിക്കാനും പാടാനും നാം പഠിച്ചതുപോലെ ഡിജിറ്റൽ ലോകത്തിന്റെ ഭാഷയും നാം പഠിക്കണം. സാങ്കേതികവിദ്യയുടെ ഈ ശക്തി ലോകമെമ്പാടുമുള്ള അറിവുകളെയും സംസ്കാരങ്ങളെയും നമ്മുടെ വിരൽത്തുമ്പിലെത്തിക്കുന്നു. ലോകമിന്ന് ഒറ്റ ക്ലാസ് മുറിയാണ്. വൈവിധ്യങ്ങളെ അടുത്തറിയാനും സഹവർത്തിത്വത്തോടെ ജീവിക്കാനും ഈ സാങ്കേതിക വിപ്ലവം നമുക്ക് കരുത്തേകുന്നു. ഓർക്കുക, സാങ്കേതികവിദ്യ ഒരു ഉപകരണം മാത്രമാണ്. അത് നമ്മുടെ ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം പ്രകൃതിയെ വെല്ലുവിളിക്കാതെ മനുഷ്യന്റെ സൗന്ദര്യവും കരുണയും നിലനിർത്തിക്കൊണ്ട് ഈ ഉപകരണങ്ങളെ വിവേകത്തോടെ ഉപയോഗിക്കുക എന്നതാണ്. പ്രകൃതിയുടെ തണലും സാങ്കേതികവിദ്യയുടെ വെളിച്ചവും ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങൾ വെറും കെട്ടിടങ്ങളല്ല, മറിച്ച് മനുഷ്യക്കുട്ടിയെ പരിപൂർണ മനുഷ്യനായി മാറ്റുന്ന യഥാർത്ഥ ആലയങ്ങളായി മാറും. ഈ വലിയ ലക്ഷ്യത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. നന്ദി.